ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഓർമ്മിപ്പിക്കുവാനാണ് കഅബയിലേക്ക് വിളിക്കുന്നത്. അവിടുത്തെ കുടുംബത്തെ ഓർമ്മിപ്പിക്കുവാനാണ് അള്ളാഹു ഹജ്ജ് പോലും ചെയ്യാൻ പറഞ്ഞത്. ഉംറ ഒരു അൽ ഹജ്ജുൽ അസ്ഗർ, ചെറിയ ഹജ്ജാണ് ഉംറ എന്ന് പറഞ്ഞാൽ. അതിന്റെ മസലകളൊക്കെ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ വിവരിച്ചു കഴിഞ്ഞു. ഞാൻ അതിന്റെ മസലകളിലേക്ക് കടക്കല്ല. ഉംറ വളരെ ലഘുവാണല്ലോ. ഇഹ്റാം ചെയ്യുന്നു, തവാഫ് ചെയ്യുന്നു, സഅയ് ചെയ്യുന്നു, മുടിമുറിച്ച് തഹല്ലുലാകുന്നു, കഴിഞ്ഞു. ഇഹ്റാം, തവാഫ്, സഅയ്, മുടിമുറിക്ക്, 4 കാര്യം. ഏതാനും മണിക്കൂറുകളെ കൊണ്ട്, മിനിറ്റുകളെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ചെറിയ അമലാണ് ഉംറ. അതിന്റെ വലുതാണ്. അമലുകൾ വർദ്ധിക്കും ഹജ്ജിലേക്ക് വരുമ്പോ. യാ അല്ലാഹ്, ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഓർമ്മിപ്പിക്കാനാണ് അല്ലാഹു തആല ഈ പണി ചെയ്യിപ്പിക്കുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻഗാമികളെ മറക്കരുത്. നമ്മുടെ മുമ്പേ കഴിഞ്ഞുപോയ മഹത്തുക്കളെ ഓർക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയൂല. വത്തബിഅ മില്ലത അബീക ഇബ്രാഹീമ ഹനീഫാ, നബിയെ അങ്ങേക്ക് മുമ്പ് കഴിഞ്ഞുപോയ സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അവരുടെ മാർഗം അങ്ങ് പിൻപറ്റണം നബിയെ. ഇടക്കിടക്ക് ഇങ്ങനെ പറയാൻ നമ്മളൊക്കെ നിസ്കാരത്തിൽ പറയുന്നില്ലേ അവസാനത്തെ തഹിയ്യാത്തിൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഫിൽ ആലമീൻ ഇന്നക ഹമീദും മജീദ്. 4 പ്രാവശ്യം മിനിമം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആ നാമം നമ്മുടെ ഓരോ ഫർദ് നിസ്കാരത്തിലും നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കിയോ ആ ഒരു ബന്ധം? അപ്പൊ നമ്മൾ എപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാമിനോടൊപ്പമാണ്. ആ ഒരു ചിന്ത മനസ്സിലിങ്ങനെ ആ സ്വലാത്തിന് അത്തഹിയാത്തിൽ ഇരിക്കുമ്പോ അങ്ങനെ ഓർമ്മ വരണം, ഞാൻ ആരുടെ പേരാണ് ഈ പറയുന്നത്. ആ മഹാനുഭാവനെ, അവരൊക്കെ ജീവിച്ച സ്ഥലം നിങ്ങളൊന്ന് വന്ന് കാണണം. അള്ളാഹു വിളിക്കാൻ. ഹജ്ജ് എന്ന് പറയുന്നത് യാത്രയാണ്. യാത്ര അസ്സഫറു ഖിത്അത്തുൻ മിനൽ അദാബ്. യാത്ര എന്ന് പറഞ്ഞത് നരകത്തിന്റെ ഒരു കഷ്ണമാണെന്നും തീയിന്റെ കഷ്ണമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ എത്ര കംഫർട്ടബിൾ ആയി ബിസിനസ് ക്ലാസ്സിൽ ഫ്ലൈ ചെയ്യുകയാണെങ്കിൽ പോലും ഫ്ലൈറ്റിൽ പോവാണ്, എന്നാലും യാത്ര എന്നത് ഒരു അദാബിന്റെ കഷ്ണമാണ്. അതിന്റെ കാത്തിരിപ്പും അതിന്റെ ചില സർപ്രൈസുകൾ, ഫ്ലൈറ്റ് ഡിലേ ആണ്, അല്ലെങ്കിൽ എമർജൻസി ലാൻഡിംഗ് ആണ്, അല്ലെങ്കിൽ ഇന്നാലിന് ടെക്നിക്കൽ പ്രശ്നങ്ങൾ, എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ഏറ്റവും ലോകത്തെ സേഫസ്റ്റ് ജേണിയാണ് ഫ്ലൈറ്റ് യാത്ര എന്ന് പറയാ. എന്നാൽ പോലും ഖിത്അത്തുൻ മിനൽ അദാബ്, ഒരുതരം പ്രയാസം യാത്രയുടെ മുമ്പേ ആയി തുടങ്ങാണ്. അത് പിന്നെ ബസ്സിലോ കാറിലോ നടന്നോ പോകുന്ന ആളുകളുടെ അവസ്ഥ എന്താണ്? അത് ഒരിക്കൽ അള്ളാഹു ചെയ്യാൻ പറഞ്ഞ് എവിടെ? ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും. അല്ലെ, അള്ളാഹുവിന്റെ ഭൂമി എന്ന ഗ്ലോബിന്റെ മുകളിൽ എവിടെയെല്ലാം മുസ്ലിങ്ങളുണ്ടോ, കഴിയുമെങ്കിൽ, അഫോർഡബിൾ ആണെങ്കിൽ, അങ്ങോട്ടുള്ള ചെലവ് വഹിക്കാൻ കഴിയുമെങ്കിൽ നീ ഒരിക്കൽ എന്റെ മക്കയൊന്ന് കണ്ടിട്ട് പോണം കേട്ടോ. അള്ളാഹു ക്ഷണിക്കാൻ. സുബ്ഹാനല്ലാഹ്. നമ്മളൊക്കെ വിരുന്നേരെ ക്ഷണിക്കൂല, എങ്ങോട്ടൊന്ന് വരണട്ടോ, എപ്പോഴെങ്കിലും ഒന്ന് വരണം, സൗകര്യം കിട്ടുമ്പോ ഇൻഷാ അള്ളാഹ് വരാമെന്ന് നമ്മൾ പറയും. അള്ളാഹു വിളിച്ചിരിക്കുകയാണ്, നിങ്ങളൊന്ന് വരണം, മരണത്തിന്റെ മുമ്പ് നിങ്ങൾ എന്റെ കഅബയൊന്ന് വന്ന് കണ്ടുപോണം കേട്ടോ. സുബ്ഹാനല്ലാഹ്. ആ വിളിയാണ് നമ്മൾ ഉത്തരം കൊടുക്കാൻ പോകുന്നത്. അതാണ് നമ്മുടെ ഉംറ, അതാണ് നമ്മുടെ ഹജ്ജ്. മഹാന്മാരായ ഉലമാ പറയാണ്, അള്ളാഹുവിന്റെ ഒരു രാജാവിന്റെ തിരുസന്നിധാനത്തിലേക്ക് എത്തിയാൽ ആ രാജാവിന്റെ അതിഥികളായ വളരെ അടുത്ത ആളുകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ രാജാവിന്റെ കൈപിടിച്ച് ചുംബിക്കാൻ അവസരം കിട്ടിയാൽ അത് ഏറ്റവും വലിയ ബഹുമാനമാണ്. അല്ലാഹു തആല ജന്നത്തുൽ ഫിർദൗസിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറക്കി തന്ന ഹജറുൽ അസ്വദ്, ആ പരിശുദ്ധമായ കല്ല്, അത് ചുംബിക്കുന്നത് ഒരു തിരുരാജാവിന്റെ കൈമുത്തുന്ന പോലെ അതിഥികൾക്ക് റബ്ബിന്റെ കൈമുത്തുന്ന പ്രതീതിയാകണം എന്ന് ഉലമാ രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ എത്തിയിരിക്കുകയാണല്ലോ. അല്ലാഹുവിന്റെ കൈയില്ല, അള്ളാഹുവിന് അതിന്റെ ആവശ്യമില്ല. തആലല്ലാഹു അൻഹു ഉലുവൻ കബീറാ. ആ റബ്ബിന്റെ മുമ്പിലെത്തി കൈ ചുംബിക്കുന്ന പോലെ ഹജറുൽ അസ്വദ് നമ്മെ വിളിച്ചു വരുത്തിയിരിക്കുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. നീ ചുംബിച്ചു പൊയ്ക്കോ യാ അല്ലാഹ്. ആ പരിശുദ്ധമായ മണ്ണിലേക്ക് വിളിച്ചിരിക്കാൻ. എന്തേ? ഒരുപിടി പാഠങ്ങൾ നൽകാൻ. ഒരുപിടി പാഠങ്ങളാണ്. എന്താണ് ഹജ്ജ് ഉംറ എന്ന് പറഞ്ഞാൽ? ഉസ്താദ് ഇവിടെ പറഞ്ഞു, ഇഹ്റാം ചെയ്യണം. ഇഹ്റാം ചെയ്യുമ്പോ ഇത്തിബാ, എന്താണ്? നമ്മുടെ വലത്തെ ചുമൽ പുരുഷന്മാർ എന്ത് ചെയ്യണം? അത് വെളിവാക്കി ഇടത്തെ ചുമലിലേക്ക് വസ്ത്രം ഇങ്ങനെ മടക്കി വെച്ചിട്ട് തവാഫ് ചെയ്യുക, അല്ലെ? തവാഫ് തുടങ്ങുമ്പോ കഅബയെ ഇടത് ഭാഗത്താക്കിയിട്ട് ഇങ്ങനെ ചുറ്റണം. 7 ചുറ്റി. എന്തിനാണ് 7? എന്തിനാണ് ഈ ചുറ്റൽ?
സഫാ മറവിന്റെ ഇടയിലുള്ള നടത്തം, ഹജ്ജാണെങ്കിൽ പിന്നെ മുസ്ദലിഫയിലും അറഫായിലുമുള്ള നൃത്തം, മിനായിലെ കല്ലേറ്, മുടിമുറിക്കൽ, വസ്ത്രമൊക്കെ മാറുകയാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്നർ വെയർ പോലും ഉപയോഗിക്കാൻ പറ്റില്ല. ഇഹ്റാമിന്റെ സമയത്ത് ചുറ്റുത്തുന്നി ഒരു വസ്ത്രവും പറ്റില്ല. 2 പീസ് വസ്ത്രങ്ങൾ മാത്രം അണിഞ്ഞ് അരമുണ്ടും മേൽത്തട്ടവും ധരിച്ചുകൊണ്ടാണ് ഈ ഹജ്ജും. എന്തിനാണ് ഞാൻ ഈ ചെയ്യുന്നത്? ഇസ്ലാം പൂർത്തിയാകുന്ന ഘടകമാണ്. എന്താണ് ഇസ്ലാം കാര്യങ്ങൾ? ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലേ, വതുഖീമസ് സ്വലാ വതുഅതിയസ് സകാ വതസൂമ റമളാൻ വതഹജ്ജൽ ബൈത്ത് ഇൻ ഇസ്തതഅത ഇലൈഹി സബീലാ. 5 കാര്യങ്ങളിൽ ഇസ്ലാം മുസ്ലിം എന്ന് പറഞ്ഞ് ശരിക്കൊരു മുസ്ലിമാകുന്നത് ഈ ഹജ്ജിലൂടെയാണ്. എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ നമുക്ക് വല്ലതും തിരിഞ്ഞോ? ഇല്ല. എന്തിനാണ് ഈ ചെയ്യാൻ പറഞ്ഞത്? എന്റെ കഅബത്തിന്റെ എല്ലാ പള്ളിയിലും ചെന്നാൽ 2 റക്അത്ത് തഹിയ്യത്തിന്റെ സുന്നത്താണ്. 2 റക്അത്ത്. എന്താണ് ഹജ്ജ്? ഉലമാ പറയാൻ നിസ്കരിക്കുന്നത് എന്തിനാണെന്നൊരു പക്ഷേ ഒരാൾക്ക് വെറുതെ അല്ലാഹുവിന് നമ്മൾ ചെയ്യുന്ന ഇബാദത്തൊക്കെ എന്തിനാണ്? അള്ളാഹു പറഞ്ഞതുകൊണ്ട് ചെയ്യാൻ. കഴിഞ്ഞതിന്റെ ബോട്ടം ലൈൻ അതാ. എന്താ അള്ളാഹു പറഞ്ഞു നിസ്കരിക്കാൻ? എന്തേ? അള്ളാഹുവിന്റെ പരിശുദ്ധ കലാം ഹഖാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖാൻ. നമ്മൾ അതുകൊണ്ട് നിസ്കരിക്കുക. എന്താ നോമ്പ്? എന്തിനാണ് സകാത്ത്? എന്തിനാണ്? അള്ളാഹു ചെയ്തതുപോലെ. പക്ഷേ യുക്തിചിന്ത എന്ന് പറഞ്ഞ ഒരു സാധനം മനുഷ്യന്റെ സ്വാഭാവികമായ മനുഷ്യന്റെ ഒരു വിഷയം അപ്രോച്ച് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു സ്വാഭാവികമായ ചിന്ത, ഞാൻ എന്തിനായി ചെയ്യുന്നത്? അപ്പൊ യോഗാഭ്യാസമൊക്കെ ചെയ്യുന്ന ആള് പറയും, മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ ഈ യോഗാഭ്യാസം തന്നെ നമുക്ക് പറ്റില്ല എന്ന് ഞാൻ ഇവിടെ സാന്ദർഭികമായിട്ട് പറയാണ്. അതിലൊരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. യു ബിലീവ് ഇറ്റ് ഓർ നോട്ട്, യു അഗ്രി ഇറ്റ് ഓർ നോട്ട്, അല്ലെ? പക്ഷേ അതിനൊരു മതപരമായൊരു ഭാഗമുണ്ട്. അതുകൊണ്ട് നമുക്കത് പറ്റില്ല. പക്ഷെ ആ ഒരു കോൺസെൻട്രേഷൻ എന്താ? മനുഷ്യന്റെ മനസ്സിനെ ഒരു കേന്ദ്രീയ ബിന്ദുവിലേക്ക് ചേർത്ത് നിർത്തി മെഡിറ്റേറ്റ് ചെയ്താൽ നിന്റെ തിങ്കിങ് പവർ, നിന്റെ മനസ്സിന്റെ ആ ഒരു ട്രാങ്ക്വിലിറ്റി, നീ നേടിയെടുക്കുന്ന നിന്റെ ശരീരത്തിൽ കിട്ടുന്ന ആശ്വാസം, നിസ്കാരത്തിൽ ഇതൊക്കെ ഉണ്ടല്ലോ ഉണ്ടാവാ. അത് നമ്മുടെ ലക്ഷ്യമല്ല. നോമ്പ് നോൽക്കുന്നത് ഡോക്ടർ ഏതായാലും പറഞ്ഞിട്ടുണ്ട് ഭക്ഷണമൊക്കെ കുറക്കണമെന്ന്. എന്നാൽ പിന്നെ പകലങ്ങ് നോമ്പാക്കി കളയാം. അങ്ങനെ നിയ്യത്ത് ചെയ്ത് നോമ്പ് വെച്ചാൽ കൂലി കിട്ടൂല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് കേട്ടോ. തടി കുറക്കാൻ വേണ്ടി നോമ്പ് വെക്കുന്ന പെണ്ണുങ്ങളൊക്കെ ഉണ്ടാവും, ആണുങ്ങളും കാണും ചിലപ്പോ. അള്ളാഹുവിന് വേണ്ടി, അള്ളാഹുവിന് തഅബ്ബുദന്നില്ല, അള്ളാഹു പറഞ്ഞതുകൊണ്ട് ഞാൻ ചെയ്യാൻ, ആ നോമ്പിനെ കൂലി കിട്ടുള്ളൂ. അല്ലാത്തത് കൊണ്ട് തടി കുറയും, വെയിറ്റ് കുറയും, കൊളസ്ട്രോളും ചിലപ്പോൾ കുറഞ്ഞെന്ന് വരും. ഓമാ ഇലൈഹ, ബാക്കിയുള്ളതൊക്കെ കുറഞ്ഞെന്ന് വരും. പക്ഷെ കൂലി കിട്ടുമോ? ഇല്ല. പക്ഷെ ഒരാൾക്ക് നോമ്പിനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ തടിക്ക് നല്ല സുഖമുള്ള സംഗതിയാണ് നോമ്പ്. ശരി. സകാത്തോ പാവപ്പെട്ട ആളുകൾക്ക് അവരെ സഹായിക്കുന്ന ഒരു പണിയല്ലേ? ചാരിറ്റി നല്ലതല്ലേ? ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാരൊക്കെ കണ്ടക്ട് ചെയ്യില്ലേ? സ്വതക്ക കൊടുക്കുന്ന ആളുകൾക്ക് നല്ല സന്തോഷം കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മുടെ സ്വതക്ക. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന യുക്തിവാദി ഹജ്ജിലേക്ക് വന്നാൽ എന്താ മനസ്സിലാക്കുക? എന്തിനാണ് ഈ പണി? എന്തിനാണ് 7 റൗണ്ട് പോകും? എന്തിനാണ് സഫാ മർവയിലെ നടത്തം? ഒന്നുമില്ല. ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഇസ്ലാം പൂർത്തിയാകുന്നത് എവിടെയാണ്? ഇസ്ലാം എന്ന വാക്കിനർത്ഥം എന്താ? ഞാൻ എന്നെ അള്ളാഹുവിന് സബ്മിറ്റ് ചെയ്യാൻ, എന്നെ അള്ളാഹ്ക്ക് സമർപ്പിക്കാൻ. അതിനാണ് ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം. അതാണ്. അത് ഹജ്ജനാകുമ്പോൾ പരിപൂർത്തിയാകും എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, നിസ്കരിക്കുക എന്നത് നിർബന്ധമാണ് എന്ന് 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലേ? അതിനർത്ഥം എന്താ? നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിസ്കരിച്ചോ, ഇല്ലെങ്കിൽ വേണ്ട. അല്ല, ഈ 5 വക്ത് നേരം വുദൂ ചെയ്ത് നീ അള്ളാഹുവിനെ നിസ്കരിച്ചേ പറ്റൂ. നിനക്ക് there is no other choice. അള്ളാഹുവിനെ നീ ആ നേരം സമർപ്പിച്ചേ പറ്റൂ. പിന്നെ എക്സ്ട്രാ നിനക്ക് വേണമെങ്കിൽ സുന്നത്ത് നീ നിസ്കരിച്ചോ, ഇത് അള്ളാഹു കൊടുത്തേ പറ്റൂ. ഓരോ നിസ്കാരത്തിന്റെ സമയത്തും ഈ നിസ്കാരത്തിന് വേണ്ട സമയവും നിസ്കാരത്തിന്റെ കർമ്മങ്ങളും അള്ളാഹു നിന്നോട് ചെയ്യാൻ പറഞ്ഞു. നീ റബ്ബിന് സമർപ്പിക്കാൻ. നിനക്ക് നേരുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ പണി നീ ചെയ്തേ പറ്റൂ. നോമ്പ് ഓപ്ഷനാണ്, നിനക്ക് വേണമെങ്കിൽ നോച്ചോ. റമളാൻ നോറ്റേ പറ്റൂ. എന്റെ ഇസ്ലാം ഞാൻ അള്ളാഹ്ക്കാണ് സമർപ്പിക്കാൻ. അള്ളാഹ് പറഞ്ഞു ഞാൻ ചെയ്യാം. സ്വതക്ക നീ വേണമെങ്കിൽ കൊടുത്തോ, സകാത്ത് കൊടുക്കാനുണ്ടോ, കൊടുത്തേ പറ്റൂ. അതിൽ നിനക്ക് ചോയ്സ് ഇല്ല, വേണോ വേണ്ടെന്നല്ല, നീ കൊടുത്തേ പറ്റൂ. ഞാൻ അള്ളാഹുവിന് എന്നെ സമർപ്പിക്കുകയാണ്. ഹജ്ജ്
ഉംറ എന്റെ നിനക്ക് തിരിഞ്ഞോ ഇല്ലയോ എന്ന വിഷയമല്ല, ഞാൻ ഈ പറഞ്ഞ പണി നീ ചെയ്തേക്കണം. എന്തിനാണ് നീ ചെയ്യുന്നത് എന്ന് നിനക്ക് ഇതുവരെയുള്ള കാര്യത്തിനൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ തോന്നിയേക്കാം. ഇതിനൊക്കെ നിസ്കാരം, നോമ്പ്, സക്കാത്തിനൊക്കെ ചില മീനിങ്ങളൊക്കെ ഉണ്ടാകാം. ഹജ്ജിന് നിനക്കൊന്നും മനസ്സിലാവുന്നില്ല. അല്ലാഹു പറഞ്ഞു 7 വട്ടം ചുറ്റണം, അത് ഇങ്ങനെ ചുറ്റണം, ഞാൻ അങ്ങനെ ചെയ്യാം. സഫാ മർവന്റെ ഇടയിൽ അന്നൊരിക്കെ ഹാജർ റളിയല്ലാഹു അൻഹ ചുറ്റിയ ആ ഒരു ഓട്ടത്തിന്റെ ചരിത്രമൊക്കെ അറിയുന്നതിന് ഞാൻ എന്തിനു ചുറ്റണം? അല്ലാഹു പറഞ്ഞു നീ ചുറ്റിയേ പറ്റൂ. അള്ളാഹുവിന് വേണ്ടി പരിപൂർണമായ സബ്മിഷൻ, ഇസ്ലാം എന്ന് പൂർത്തിയാകുന്നത് അവിടെയാണ്. അള്ളാഹു പറയുന്നത് ഞാൻ മനസ്സാ വാചാ കർമ്മണ അനുസരിച്ചു, അല്ലാഹ് എനിക്ക് തിരിഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ സമ്മതിച്ചു. ഇത് പറയിപ്പിക്കുകയാണ് ഹജ്ജ് കൊണ്ടും ഉംറ കൊണ്ടും അള്ളാഹു ചെയ്യിപ്പിക്കുന്നത്. മുടി മുറിക്കണം. എന്തിനു മുടി മുറിക്കണം? എന്നാ പിന്നെ എവിടെയെങ്കിലും ഷേവ് ചെയ്യേണ്ട സ്ഥലത്തൊക്കെ ഷേവ് ചെയ്യാൻ പറഞ്ഞാൽ പോരെ? അല്ല, പെണ്ണുങ്ങൾ മുറിക്കേണ്ടത് അൻമുലത്തിന്, ഒരു വിരലിന്റെ ഈ തുമ്പത്തിന്റെ ഇത്രയും നീളമുള്ള മുടി മാത്രമേ പെണ്ണുങ്ങൾ മുറിക്കാവൂ. അവർക്ക് ഷേവ് ചെയ്യൽ ഹറാം. ആണുങ്ങൾ മുണ്ഡനം ചെയ്തോട്ടെ. എന്തിനാണതൊക്കെ? നിനക്ക് തിരിഞ്ഞാലും ഇല്ലെങ്കിലും എന്റെ കൽപ്പന, നീ എന്റെ അടിമയാണോ? ഉടമസ്ഥൻ പറഞ്ഞത് കേട്ടേ പറ്റൂ. നോ ക്വസ്റ്റ്യൻ. സുബ്ഹാനല്ലാഹ്. പട്ടാളക്കാരോടൊക്കെ എന്താണ് പറയാ, എന്തിനാണെന്ന് ചോദിക്കരുത്. ഡു ഇറ്റ്, ഡോണ്ട് ആസ്ക് ഫോർ വൈ. എന്തിനാണെന്ന് ചോദിക്കരുത്, പറഞ്ഞതങ്ങ് ചെയ്തേക്കണം. അതങ്ങ് നീ ചെയ്താൽ നിന്റെ ഇസ്ലാം പൂർത്തിയായി. സുബ്ഹാനല്ലാഹ്. ഇതങ്ങോട്ട് ബോധ്യപ്പെട്ടാൽ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ എല്ലാം അങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു പിടി കാര്യങ്ങൾ ഞാൻ എന്തിനത് ചെയ്യണം? അള്ളാഹു പറഞ്ഞു, അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, കഴിഞ്ഞു. പിന്നെ അവിടെ വേറെ ചോദ്യമില്ല. ഇതിന് നീ സന്നദ്ധനാണോ? എങ്കിൽ നീ ഹജ്ജ് ചെയ്തേക്കണം. നിന്റെ ഇസ്ലാം അപ്പോഴാണ് പൂർത്തിയാകുന്നത്. സുബ്ഹാനല്ലാഹ്. ഖുർആനിന്റെ തുടക്കത്തിലേക്ക് വരൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ അല്ലാഹുവിന്റെ കിതാബിന്റെ ഫാത്തിഹത്തുൽ കിതാബ് ആരംഭ സൂറയാണ്, പ്രാർത്ഥനയാണ് സൂറത്തുൽ ഫാത്തിഹ. കഴിഞ്ഞ സൂറത്തുൽ ബഖറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ الذين يؤمنون بالغيب ويقيمون الصلاة. അങ്ങനെ നീണ്ടുപോവാണ്. സൂറത്ത് തുടങ്ങാൻ അലിഫ് ലാം മീം. എന്താ ഇതിന്റെ അർത്ഥം? മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്ന അർത്ഥം എന്താണ്? അല്ലാഹു അഅലമു ബിമുറാദിഹി ബിഹി. ഈ പറഞ്ഞ അക്ഷരങ്ങളുടെ അർത്ഥം എന്തോ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ദാലികൽ കിതാബു, ഈ ഗ്രന്ഥം അള്ളാഹുവിന്റെ ഖുർആൻ, ലാ റൈബ ഫീഹി, ഇതിൽ സംശയം വേണ്ട. ഹുദൽ ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ കുറിച്ച് ബോധമുള്ളവർക്ക് ഇത് സന്മാർഗമാണ്, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. പക്ഷെ അലിഫ് ലാം മീനോ? ഖുർആനിന്റെ തുടക്കം നമുക്ക് തിരിയാത്തതാണ്. ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ അവസാനത്തേതും നമുക്ക് തിരിയാത്തതാണ്. എന്തിനാണ് ഈ ചെയ്യുന്നത്? എന്താണ് അലിഫ് ലാം മീം? എനിക്ക് തിരിയില്ല എന്ന് നീ മനസ്സിലാക്കിയിടത്തുനിന്ന് ഖുർആൻ തുടങ്ങിയാൽ മതി. ഞാനാണ് ഏറ്റവും വലിയ അല്ലാമ എന്ന് പറഞ്ഞ് നീ തുടങ്ങണ്ട. നിനക്കൊന്നും തിരിയില്ല, നിനക്ക് തിരിയാത്തതുണ്ട് എന്ന് നീ സമ്മതിച്ചോ. എന്നിട്ട് അല്ലാഹുവിന്റെ കലാം നീ ഓതാൻ തുടങ്ങിക്കോ. അപ്പൊ നിനക്ക് ഇൽമു കിട്ടും. മനുഷ്യന്റെ തലച്ചോറിനെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കാൻ മനുഷ്യന് കഴിഞ്ഞാലാണ് ഇസ്ലാമാകുന്നു. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട് അല്ലെ? തടിക്ക് കുഴപ്പമില്ലാത്ത കാലത്തോളം നമ്മൾ അമലൊക്കെ ചെയ്യും, അല്ലെങ്കിൽ എന്നെ കൊണ്ടാവില്ല അല്ലെ? നോമ്പാണെങ്കിൽ അങ്ങനെ. ഇസ്ലാം കാര്യമല്ലേ? ഹജ്ജും ഉംറയൊക്കെ ഇസ്ലാമിന്റെ ഘടകങ്ങളല്ലേ? അള്ളാഹുവിന് ഞാൻ എന്നെ സമർപ്പിച്ചു. അള്ളാഹ്. ഇസ്ലാമും ഈമാൻ കാര്യം തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഇസ്ലാം കാര്യം ചെയ്യുന്നത് എന്തിനാണ്? ഇതിന്റെ കാരണമാണ് ഈമാൻ കാര്യം. 6 കാരണം. ഞാൻ എന്തിന് നിസ്കരിക്കുന്നു, എന്തിന് ഷഹാദത്ത് കലിമ ചൊല്ലുന്നു, എന്തിന് നിസ്കാരം, എന്തിന് നോമ്പ്, എന്തിന് സക്കാത്ത്, എന്തിന് ഹജ്ജ്? കാരണം ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, അതിന്റെ മലക്കുകളിൽ, അള്ളാഹിന്റെ മുർസലീങ്ങളിൽ, അള്ളാഹിന്റെ കിതാബിൽ, അന്ത്യനാളിൽ, അള്ളാഹുവിന്റെ ഖദറിലും ഖൈറിലും ശർറിലും ഖദറും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇത് പറയിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇത് ചെയ്യിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളോട്. അതിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം കഅബാലയത്തിന്റെ പരിപാലനം കഴിഞ്ഞതിന്റെ ശേഷം അല്ലേ വിളിച്ചു പറയാൻ പറഞ്ഞു. വഅദ്ദിൻ ഫിൻ
الناس بالحج يأتوك رجالا وعلى كل ضامر يأتين من كل فج عميق. ഇബ്രാഹിം നബിയെ ആ മലയുടെ മുകളിൽ കയറി വിളിച്ചു പറഞ്ഞേക്കണം. എന്താ? വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ ഹജ്ജ് ചെയ്യാൻ വരണം കേട്ടോ എന്ന് അങ്ങ് വിളിച്ചു പറഞ്ഞേക്ക്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ചോദിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പടച്ചോനെ, ഞാൻ എന്റെ ഈ വായ കൊണ്ട് ഒരു മനുഷ്യനും മഖ്ലൂക്കില്ലാത്ത ഈ നാട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞാൽ ആളുകൾ എങ്ങനെ കേൾക്കാനാണ്? അത് കേൾക്കേണ്ട ആളുകൾ എന്റെ ശബ്ദമെത്തുന്ന ഡിസ്റ്റൻസിൽ ഇല്ലല്ലോ പടച്ചോനെ. യാ അല്ലാഹ്, അലൈനൽ ബലാഗ്, ഞാനാണ് അത് എത്തിച്ചു കൊടുക്കേണ്ടത്. നിങ്ങളുടെ പണി ചെയ്തേക്കണം ഇബ്രാഹിം അലൈഹിസ്സലാം, ഞാനത് എത്തിച്ചോളാം. നിങ്ങൾ ഒരു പണി ചെയ്യണം, വിളിച്ചു പറയണം, ക്ഷണിക്കണം. അള്ളാഹുവിന് വേണ്ടി ക്ഷണക്കത്ത് തരുന്ന പോലെ ഇബ്രാഹിം അലൈഹിസ്സലാം അത് വിളിച്ചു പറഞ്ഞു. അത് കേട്ടവരാണ് മക്കായിലേക്ക് എത്തുന്നത്, അവരാണ് ഹറമൈനികളിലേക്ക് എത്തുന്നത്. അള്ളാഹു ആ ഭാഗ്യം നമുക്ക് എല്ലാ മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു നൽകുമാറാകും. ഇസ്ലാം അവിടെ ചെല്ലുമ്പോൾ ഈമാൻ വർദ്ധിക്കണം, അല്ലേ? അവിടെ ചെല്ലുന്നത് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാനാണ്. അവിടെ പരിശുദ്ധമായ പള്ളിയുണ്ട്, മസ്ജിദുൽ ഹറാം, അല്ലെ? മദീനയിലെത്തിയാൽ അവിടെയുണ്ട് മസ്ജിദുൽ നബവിയുണ്ട്, അല്ലെ? പിന്നെയുണ്ട് പരിശുദ്ധമായ പള്ളിയുണ്ട് അള്ളാഹുവിന്റെ മസ്ജിദുൽ അഖ്സ, ജെറൂസലേമിലെ അന്നത്തെ ഈലിയ എന്നറിയപ്പെടുന്ന പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയുള്ള സ്ഥലം. ഈ 3 പള്ളികൾ ഇസ്ലാമിക ലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും പ്രധാനപ്പെട്ടവയാണെന്ന് പറഞ്ഞ പള്ളികളാണ്. ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുല്ലാഹു തആല റഹ്മത്തൻ വാസിഅ 2 ഇമാമിയങ്ങൾ രേഖപ്പെടുത്തുന്ന ഹദീസാണ്, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ 3 മസാജിദ്, മസ്ജിദി ഹാദാ വമസ്ജിദുൽ ഹറാം വമസ്ജിദുൽ അഖ്സ. ഏതെങ്കിലും ഒരു പള്ളിയിലേക്ക് ചെന്നാൽ ആ പള്ളിയിലെ നിസ്കാരം കൊണ്ട് എനിക്ക് പുണ്യമുണ്ട്, കൂടുതൽ പുണ്യമുണ്ട് എന്ന നിയ്യത്തോടുകൂടെ നിങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ഇതാ ഈ 3 സ്ഥലങ്ങളെ ഉള്ളു കേട്ടോ. ബാക്കി ദുന്യാവിലെ പള്ളികൾക്കൊക്കെ നിസ്കാരത്തിന്റെ പ്രതിഫലം ഒന്നു തന്നെയാണ്. നമ്മുടെ നാട്ടിലെ ചെറിയ ഒരു തൈക്കാവിൽ ഒരു ശ്രാമ്യ പള്ളിയിൽ ഒരു നിസ്കാരപ്പള്ളി നിസ്കരിക്കുന്നതും നമ്മുടെ മസ്ജിദ് ഷെയ്ഖ് സായദ് ബില്യൺ കണക്കിന് ഉറുപ്പിക ചെലവഴിച്ചുണ്ടാക്കിയ പള്ളിയിലെ 2 റക്അത്ത് നിസ്കാരവും കൂലി ഒന്ന് തന്നെയാണ്. ലോകത്ത് വലിയ വലിയ പള്ളികളുണ്ട്, അല്ലെ? തുർക്കിയിലെ ബ്ലൂ മോസ്ക്, മസ്ജിദ് സുലൈമാൻ, ആ പള്ളിയിൽ നിസ്കരിക്കുന്നതും നമ്മുടെ നാട്ടിലെ ചേരമാൻ പെരുമാളിന്റെ പേരിൽ ഉണ്ടാക്കിയ ചേരമാൻ പള്ളിയിൽ കൊടുങ്ങല്ലൂർ പോയി നിസ്കരിക്കുന്നതും നമ്മുടെ നാട്ടിലെ ഒക്കെ പ്രതിഫലം ഒന്ന് തന്നെയാണ്. പക്ഷേ പ്രതിഫലം കൂടുതൽ കിട്ടുമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾ യാത്ര ചെയ്യേണ്ടത് 3 പള്ളികളിലേക്ക് മാത്രം ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഒന്ന് മസ്ജിദി ഹാദാ, ഒന്ന് എന്റെ ഈ പള്ളിയാണ്, മദീനത്തെ പള്ളിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ മക്കയിലെ കഅബക്ക് ചുറ്റുമുള്ള പരിശുദ്ധമായ മസ്ജിദുൽ ഹറാമാണ്. വമസ്ജിദുൽ അഖ്സ, പിന്നെ ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സയാണ്. അല്ലാഹുവിലേക്ക് എത്താനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകളൊക്കെ ഈ അടുത്ത് നമ്മുടെ സദസ്സിൽ നിന്ന് പോലും കുറച്ച് ആളുകളൊക്കെ അഖ്സ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ചു വന്നിട്ടുണ്ട്. മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ അഖ്സ. അപ്പൊ ചില എന്താ ഹറാം എന്ന് പറഞ്ഞു? അള്ളാഹുവിന്റെ നല്ലൊരു പള്ളിക്ക് ഹറാം എന്ന് എന്തിനാ പറയുന്നത്? ഹറാം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് നിഷിദ്ധം, മറ്റൊന്ന് പരിശുദ്ധമായത്. അൽ മസ്ജിദുൽ ഹറാം എന്ന് പറഞ്ഞാൽ ദ ഹോളി സാങ്ച്വറി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, പരിശുദ്ധിയുള്ള സ്ഥലം. നിങ്ങൾ ഇത് ഒരു ഹറാം, അല്ലാഹു തആല ചില ബൗണ്ടറികൾ വെച്ച പ്രദേശമാണ്, അല്ലാഹു ചില നിബന്ധനകൾ വെച്ച പള്ളിയാണിത്, പരിശുദ്ധമായ പള്ളിയാണ്. ആ അർത്ഥത്തിലാണ് ആ വാക്ക് ഹറാമിന്റെ 2 അർത്ഥത്തിൽ ഒരർത്ഥം ഇതാണ്. ഹറാമാണെന്ന് കള്ളുടി ഹറാമാണ്, ശരി. അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധിയുള്ള പള്ളി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. മസ്ജിദുൽ ഹറാമിലേക്കും മസ്ജിദുൽ നബവിയിലേക്കും മക്കയിലേക്കും മദീനത്തേക്കുമുള്ള യാത്രയിൽ നമുക്ക് കഴിയും. പക്ഷേ 3ാമത്തെ പള്ളിയിലേക്ക് മസ്ജിദുൽ അഖ്സായിലേക്ക് എത്തണമല്ലോ. എന്താണ് ചെയ്യുക, അല്ലെ? ഇമാമുന അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഫ്തിനാ ഫീ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞുതരും നബിയെ. എന്താണ് ബൈത്തുൽ മുഖദ്ദസ്? കാരണം മക്കയിൽ നിന്ന് അറബികൾ കച്ചവടക്കാർ പോകാറുണ്ട്, ബാക്കിയുള്ളവർക്കൊന്നും അങ്ങോട്ട് എത്താൻ ഭാഗ്യമുണ്ടായില്ല. കാരണം മക്കയിൽ നിന്ന് അഖ്സായിലേക്കുള്ള ദൂരം 40 ദിവസമാണ് ഒട്ടകപ്പുറത്ത്, 1 വേ 1 സൈഡ്. 2 വേ ആകുമ്പോൾ 80 ദിവസം എടുക്കും.
മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന, ഹബീബായ നബിയെ, അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞുതരീൻ, എന്താണ് മസ്ജിദുൽ അഖ്സ? അല്ലെ, ഇത് രണ്ടും നമുക്ക് പോകാൻ പറ്റുന്ന പള്ളിയാണ്. അതുകൊണ്ട് ഈ പള്ളി നമുക്കും അങ്ങനെ തന്നെ മസ്ജിദുൽ അഖ്സയിലേക്ക് എത്താനാ പ്രയാസം. അല്ലേ, മസ്ജിദുൽ ഹറാം മക്കയിലെ പള്ളിയിൽ നിസ്കരിച്ചാൽ ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലിയാണ്. യാ അല്ലാഹ്. മസ്ജിദുൻ നബവിയിൽ ഒരു റക്അത്തിന്, ഒരു നിസ്കാരത്തിന് 1000 റക്അത്ത്, 1000 നിസ്കാരത്തിന്റെ കൂലിയാണ് മസ്ജിദുൻ നബവിയിൽ. മസ്ജിദുൽ അഖ്സയിൽ 100 റക്അത്തിന്റെ കൂലിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഹദീസിൽ 1000 റക്അത്തിന്റെ കൂലി അഖ്സയിലുമുണ്ടെന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹദീസാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോ ഇവരങ്ങളോട് ചോദിക്കുന്നു, ഹബീബായ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അഖ്സ പള്ളിയെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരും നബിയെ. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു. അവിടെ നിന്ന് പറഞ്ഞു, അർദുൽ മൻശരി വൽ മഹ്ശർ, ഖിയാമത്ത് നാൾ അള്ളാഹു ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന പ്രദേശമാണ് അഖ്സ നിലകൊള്ളുന്ന പ്രദേശം, മഹ്ശറ എന്ന പ്രദേശം. അല്ലാഹു യൗമ തുബദ്ദലുൽ അർളു ഗൈറൽ അർളി വസ്സമാവാത് വബറസൂ ലില്ലാഹിൽ വാഹിദിൽ ഖഹാർ. മഹ്ശറ നടക്കുന്ന സ്ഥലം അഖ്സ പള്ളി നിലകൊള്ളുന്ന പ്രദേശമാണ്. ഇന്നത്തെ ഷാം, ഡമസ്കസ്, സിറിയ, ഫലസ്തീൻ, ഈ നാടുകളാണ് അല്ലാഹു തആല നിരനിരപ്പാക്കി മഹ്ശറാക്ക് വേണ്ടി സംവിധാനിക്കുകയെന്ന് ഒരുപിടി ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നമുക്ക് കാണാൻ കഴിയും. അർദുൽ മൻശരി വൽ മഹ്ശർ, അങ്ങനത്തെ സ്ഥലമാണത്. ആ നാളിൽ അല്ലാഹു നമുക്ക് നമ്മെ വിജയിപ്പിക്കുമാറാകട്ടെ. നിങ്ങൾ ആ പള്ളിയിലേക്ക് ചെല്ലണം. ഫസല്ലൂ ഫീ, അവിടെ ചെന്ന് നിങ്ങൾ നിസ്കരിക്കണം. ഫഇന്ന സ്വലാതൻ ഫീഹി ബിഅൽഫി സ്വലാത്തിൻ ഫീമാ സിവാ, അവിടെ ഒരു നിസ്കാരത്തിന് 1000 മറ്റു പള്ളികളിലെ 1000 നിസ്കാരത്തിന്റെ സ്ഥാനമുണ്ട്. അതുകൊണ്ട് അർദുൽ മഹ്ശരി വൽ മൻശറാണ് അഖ്സയിലെ പള്ളി, അങ്ങോട്ട് പോകണം. അപ്പൊ മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, നബിയേ, അറഅയ്ത മൻ ലം യുതിഖ് അൻ യതഹമ്മല ഇലൈഹി അൻ യഅതി, അങ്ങോട്ട് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും നബിയേ, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ലെങ്കിലോ? ഫഖാൽ, അവിടുന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുഹ്ദി ഇലൈഹി സൈതൻ, ആ പള്ളിയിലേക്ക് എണ്ണയെങ്കിലും ഹദിയ കൊടുക്കുക. യുസ്റജു ഫീ, ആ എണ്ണയിൽ അവിടെ വിളക്ക് കത്തിക്കപ്പെടാൻ കഴിയും. അങ്ങനെ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ ഈ മക്കയിൽ നിന്നോ മദീനത്തിൽ നിന്നോ നിങ്ങൾ ഹദിയ ചെയ്തേക്കണം ആരെങ്കിലും പോകുന്നവരുടെ കൂടെ. ആ പള്ളിയിലേക്ക് എണ്ണ നിങ്ങൾ ഹദിയ കൊടുത്താൽ അവിടെ ചെന്ന് നിസ്കരിച്ചവന്റെ കൂലിയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് തോന്നാറുണ്ട് ഈ ഹദീസ് കൊണ്ടായിരിക്കണം അമുസ്ലിമീങ്ങൾ പോലും ഈ ഹദീസ് കേട്ടിരിക്കണം. ചിലപ്പോ മുസ്ലിമീങ്ങളായ ചില പള്ളികളിലേക്കൊക്കെ വിളക്കുകളൊക്കെ സംഭാവന ചെയ്ത പഴയകാല ചേരമാൻ പെരുമാൾ പള്ളിയിലൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. കൊടുങ്ങല്ലൂരിൽ അവിടെ വിളക്ക് എന്താ ഏതെങ്കിലും ആളുകൾ അങ്ങനെ ഈ ഹദീസ് കേട്ടത് കൊണ്ട് കൊടുത്തയച്ചതായി അള്ളാന്റെ പള്ളിയിലേക്ക് വിളക്ക് കത്തിക്കാൻ ഒരു വിളക്കുമാടം അല്ലെങ്കിൽ ഒരു ജയ്ത്ത്, ഒരു എണ്ണ ഹദിയ കൊടുത്താൽ കൂലുണ്ട്. അവര് ഈ ഹദീസിന്റെ കോൺടെക്സ്റ്റ് ആയിരിക്കും കേട്ടിട്ടുണ്ടാവുക. ഞാൻ മനസ്സിലാക്കുന്നു ആയിരിക്കണം, കാരണം അല്ലാഹു അഅലം, എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനൊരു ഹദീസും, നിങ്ങൾ എണ്ണ അള്ളാഹുവിന്റെ പള്ളിയിൽ കത്തിക്കപ്പെടാനുള്ള വിളക്കിന് കൊടുത്തേക്കണം, നിസ്കരിച്ച കൂലി കിട്ടും. മൈമൂന ബീവി റളിയല്ലാഹു അൻഹ രേഖപ്പെടുത്തി. ഈ 3 പള്ളികളിൽ 2 നമുക്ക് കിട്ടാനുള്ള ഭാഗ്യം